ഇടതുപക്ഷത്തുണ്ടായിരുന്ന രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഈ ലൂക്കോസിനെ പോലുള്ള ആളുകൾ ഇവിടെ നിന്നുകൊണ്ട് വർഗീയത പറയുന്നതിനേക്കാളും നല്ലത് പച്ചയായി വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണ് എന്ന തോന്നൽ ഇവർക്കുണ്ടായി. പോവാണ്, ഇനിയും പലരും പോവും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിട്ടാസ് പണിത പാലത്തിലൂടെ ട്രക്കുകൾ ഓടിത്തുടങ്ങി. UDF-ൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അവസരം അല്ലെങ്കിൽ സാധ്യതകൾ എങ്ങനെ നോക്കിക്കാണും? തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചതാണ് UDF ഇന്ന് മുന്നോട്ട് വെക്കുന്നതൊക്കെയും. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുറത്തേക്ക് കടന്നു വന്ന, തൻ്റെ എല്ലാ പദവികളും വിട്ടെറിഞ്ഞുകൊണ്ട് കടന്നു വന്ന PV അൻവർ ഖാൻ എന്തൊക്കെയാണോ അന്ന് ഉയർത്തിയത് അതേ വാദഗതികളാണ് UDF ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDF-ൻ്റെ ഒരു നിർണായക ഘടകമായി അൻവർക്കയും തൃണമൂൽ കോൺഗ്രസും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം, തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-ൽ വലിയ സാധ്യത തന്നെയാണുള്ളത്. അൻവറും തൃണമൂൽ കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള UDF പഴയ UDF അല്ല, അതൊരു കെട്ടുറപ്പുള്ള പ്രസ്ഥാനമായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. തവനൂരിലെ രണ്ടുപേരും അൻവർക്കയെ സ്വാഗതം ചെയ്തുകൊണ്ട് പലയിടങ്ങളിലായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, പലയിടത്തേക്കുമായി സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അൻവർക്ക് എവിടെ മത്സരിച്ചാലും അതൊരു മത്സരം തന്നെയായിരിക്കും, തീർപ്പാറുന്ന മത്സരമായിരിക്കും. UDF-ന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. ഒന്നും ആവശ്യപ്പെടുന്നില്ല, നിർണായകമായി അങ്ങോട്ട് പിന്തുണ കൊടുക്കുക ചെയ്തിരിക്കുന്നു. ഒരു ചർച്ച പോലും ഇല്ലാതെ, ഒന്നും ആവശ്യപ്പെടാതെ നിരുപാധികമായ പിന്തുണ UDF-ന് നൽകിക്കൊണ്ട് പിണറായിസവും മരുമോനിസവും അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ ലീഡറും മുന്നോട്ട് പോകുന്നത്. ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നില്ല, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിണറായിസത്തെ തകർക്കുക, മരുമോനിസത്തെ തകർക്കുക, ഇതിൽ മാത്രമാണ് ശ്രദ്ധ. LDF-ന്റെ അടിത്തറ ഇളകിപ്പോയി. ഇപ്പോൾ ഈ നേതൃമാറ്റങ്ങളൊക്കെ BJP-യിലേക്ക് മാറുന്നത്. ജോൺ ബിട്ടാസ് ഒരു പാലം പണിതിട്ടുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു പാലമാണ് ജോൺ ബിട്ടാസ് പണിതത്. ആ പാലത്തിലൂടെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങി. ഇപ്പോൾ അതിനകത്ത് ട്രക്കുകൾ ഓടിത്തുടങ്ങി എന്നതാണ് റിജൽ ലൂക്കോസിൻ്റെ ഇന്നലത്തെ കൂട് വിട്ട് കൂട് മാറിയതോടുകൂടി നാം മനസ്സിലാക്കുന്നത്. ഒരു പാർട്ടിക്ക് വേണ്ടി, CPM-ന് വേണ്ടി, മുന്നണിക്ക് വേണ്ടി എതിരാളികളെ കടിച്ചു കയറിക്കൊണ്ട് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരാളായിരുന്നു റിജി ലൂക്കോസ്. അദ്ദേഹം ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ മാറിയത് പെട്ടെന്നുണ്ടായ ചിന്തയല്ല. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എന്തിന് അതിൽ നിൽക്കണം? തകരുന്ന പ്രസ്ഥാനത്തിലെല്ലാം രക്ഷപ്പെടാൻ പറ്റുന്ന മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഒളിക്കുകയാണ്. കിട്ടുന്ന വൈക്കോൽ തുരുമ്പ് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക സ്വാഭാവികമാണ്. അദ്ദേഹം പറയുന്നത് മുങ്ങുന്ന ഒരു കപ്പലാണ്, തകരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതുവരെ മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ പാടെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിലനിൽക്കണമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം. AK ബാലന്റെ പ്രസ്താവന വരുന്നു. വെള്ളാപ്പള്ളിയെ തള്ളാൻ കഴിയാതെ വെള്ളാപ്പള്ളിയെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ കാറുമായി ചെന്നത്. പിണറായി കാറിൽ കയറുന്നതിന് മുമ്പ് കാറിൽ കയറാൻ തുടങ്ങിയ നേതാവിൻ്റെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളവും പള്ളിക്കൂടവും വിറ്റ് തടിച്ചു കൊടുത്തവനാണ് വെള്ളാപ്പള്ളി. ശ്രീനാരായണ ഗുരുവിൻ ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നത്. ജാതി ചോദിക്കരുത്, പറയരുത് എന്ന്, ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശത്തിലൂടെ ജനങ്ങളെ ഒന്നിപ്പിച്ച നവോത്ഥാന നായകന്റെ പേരാണ് ശ്രീനാരായണ ഗുരു. ആ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് കള്ള് വിറ്റുകൊണ്ട്, പള്ളിക്കൂടം വിറ്റുകൊണ്ട് തടിച്ചു കൊടുത്ത കാളക്കൂറ്റിനായി മാറിയ വെള്ളാപ്പള്ളി ശബ്ദിക്കുന്നത്. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അതിനെ തള്ളിക്കളയാൻ കഴിയാത്ത പിണറായി. CPM തള്ളിക്കളയുന്നില്ല. പിന്തുണ കൊടുക്കുന്നത് AK ബാലനാണ്. AK ബാലന്റെ പ്രസ്താവന വന്നല്ലോ, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നാണ്. UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന്റെ കയ്യിൽ ആഭ്യന്തരമുണ്ടാകും എന്ന് UDF-ലെ എല്ലാ ഘടകകക്ഷികൾക്കും അറിയാം. ആ 10-30 വർഷക്കാലം ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് അതിന്റെ വെൽഫെയർ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടില്ല. ആ 30 വർഷക്കാലം പിന്തുണ സ്വീകരിച്ചത് ഇന്നലെ പറയുന്നത് നെഗറ്റീവ് വോട്ടായിട്ട് കിട്ടിയതാണ് എന്ന്. അവർക്ക് അവരുടെ കൂടെ നിൽക്കുമ്പോൾ എല്ലാം സ്വർഗീയവും, അവർക്ക് അപ്പുറത്താണെങ്കിൽ, അവരുടെ എതിർപക്ഷത്താണെങ്കിൽ എല്ലാം വർഗീയമായി മാറുന്ന ഒരു സാഹചര്യം. എന്താണ് പറയുന്നത് എന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഗോവിന്ദൻ മാഷ് സംസാരിക്കുന്നു. AK ബാലൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്.
ആ AK ബാലനെ ഇന്ന് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു BJP. AK ബാലന് പിന്തുണ കൊടുത്തത് BJP ആണ് എന്ന് പറഞ്ഞാൽ BJPയും AK ബാലനും പിണറായിയും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒന്ന് തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഈ ലൂക്കോസിനെ പോലുള്ള ആളുകൾ പിന്നെ നല്ലത് ഇവിടെ നിന്നുകൊണ്ട് വർഗീയത പറയുന്നതിനേക്കാളും നല്ലത് പച്ചയായി വർഗീയത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണ് എന്ന തോന്നൽ ഇവർക്കുണ്ടായി. പോവാണ്, ഇനിയും പലരും പോവും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിട്ടാസ് പണിത പാലത്തിലൂടെ ട്രക്കുകൾ ഓടിത്തുടങ്ങി. ഒരുപാട് ട്രക്കുകൾ ഇനിയും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് ട്രക്കുകൾ ആ റൂട്ടിലൂടെ ഓടും, BJPയിലേക്ക് ഒഴുകും. യാതൊരു സംശയമില്ല. നേതാക്കന്മാരുടെ ഒഴുക്ക് CPMൽ നിന്നുണ്ടാവും. കാരണം ഇതൊരു തകരുന്ന കപ്പലാണ് എന്ന തോന്നലിൽ നിന്നാണ് ഈ ഒഴുക്കൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം 100-ൽ പരം സീറ്റോട് കൂടി UDFന് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിലമ്പൂർ 12,000-ൽ പരം വോട്ടിന് ജയിച്ച ആര്യടൻ ഷൗക്കത്ത് വീണ്ടും അവിടെ മത്സരിച്ച് ജയിക്കുന്നത് 30,000-ൽ പരം വോട്ടിനായിരിക്കും. ജലീൽ 2,000-ഓളം വോട്ടിനാണ് അവിടെ ജയിച്ചു കയറിയത്. ആ ജലീൽ തന്നെ അവിടെ മത്സരിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എങ്കിലേ ഒരു 20,000-ഓളം വോട്ടിന് ജലീലിനെ തറപറ്റിക്കാൻ കഴിയും. ജലീലിന് സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ. പണ്ട് അൻവർക്ക ഉന്നയിച്ചൊരു കാര്യമുണ്ട്. യൂത്ത് ലീഗുകാർ ഉടുത്തഴിച്ച് വിട്ട ഒരു തുണിയുമായിട്ട്, ഒരു ഡബിൾ മുണ്ടുമായിട്ടാണ് പിന്നെ ഇയാളുടെ രംഗപ്രവേശനം എന്ന. ഒന്നും പറയാനില്ല. യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസ്, ആ PK ഫിറോസിനെതിരെ കിട്ടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുക, പത്രസമ്മേളനം നടത്തുക എന്നതിലുപരി മറ്റൊന്നും സ്വന്തമായിട്ടില്ലാത്തൊരു നേതാവിൻ്റെ പേരാ KT ജലീൽ. സിമിയിലൂടെ വന്നതാണ്. സിമിയിലൂടെ വന്ന് യൂത്ത് ലീഗിലൂടെ കടന്ന് യൂത്ത് ലീഗിലൂടെ എല്ലാം നേടി അവസാനം യൂത്ത് ലീഗിൽ നിന്ന് പോവാം. ചതിച്ചു വഞ്ചനായിയുടെ ചരിത്രമാണ് ജലീലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ ചതിച്ച, പാല് കൊടുത്ത കൈക്ക് കടിച്ച നേതാവിൻ്റെ പേരാണ് ജലീൽ. ആ ജലീലിൻ്റെ ആദ്യത്തെ പരാജയമാണ് വരാനിരിക്കുന്നത്. അത് അൻവർക്കയുടെ കരങ്ങൾ കൊണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷത്തുണ്ടായിരുന്ന രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. അതിൽ മുൻ മന്ത്രി എന്ന പേരുള്ള, പ്രൊഫസർ എന്ന പേരുള്ള, ഡോക്ടറേറ്റുള്ള ആ ജലീൽ നമുക്ക് കാണാം ദയനീയമായി പരാജയപ്പെടുന്ന ഒരവസ്ഥ. ഇനി അൻവർക്ക അവിടെ അല്ല, എവിടെ നിന്നാലും അൻവർക്ക എവിടെ മത്സരിക്കുന്നോ, എവിടെ മത്സരിച്ചാലും ആ സീറ്റ് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. മാത്രമല്ല UDFന്റെ കുത്തക സീറ്റിലല്ല അൻവർക്ക മത്സരിക്കാൻ പോകുന്നത്. UDFന്റെ കയ്യിൽ ഇല്ലാത്ത സീറ്റിലായിരിക്കും മത്സരിക്കുക. അത് എവിടെയാണെങ്കിലും, അതിന് ബേപ്പൂരാണെങ്കിലും അത് തവനൂരാണെങ്കിലും മറ്റ് ജില്ലയിലേക്ക് പോയാലൊക്കെ UDFന്റെ കയ്യിലുള്ള സീറ്റ് അല്ല, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള സീറ്റിൽ നിന്നുകൊണ്ട് മത്സരിക്കുകയും ആ സീറ്റ് പിടിച്ചെടുക്കുകയും അത് UDFന് സംഭാവന ചെയ്യുകയും ചെയ്യുക എന്നതാണ് അൻവർക്കയുടെ ദൗത്യം. UDFന്റെ തിരിച്ചുവരവിലേക്ക് ഒരു വലിയ സംഭാവന PV അൻവറും തൃണമൂൽ കോൺഗ്രസുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്.